പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് പത്തനംതിട്ടയിൽ ലഭിച്ചത് ഉജ്ജ്വല സ്വീകരണം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ ആഴ്ചകൾ ശേഷിക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകർന്നതാണ് യാത്ര. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലൂടെയുമാണ് ഈ യാത്ര കടന്നുപോയത്. ആസന്നമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. സംസ്ഥാനത്തെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് പത്തനംതിട്ടയിൽ ഉജ്ജ്വല സ്വീകരണം നൽകുന്നത്. ഈ ജാഥയുമായി ബന്ധപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് മോഹൻ രാജ് സാർ നമ്മളോട് ചേർത്തുണ്ട്. സാർ, എങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിലെ സ്വീകരണം? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പര്യടന പരിപാടികൾ പുതിയുഗ യാത്ര പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ ആരംഭിച്ച് തിരുവല്ലയിലെ പരിപാടി ഉച്ചയ്ക്ക് മുമ്പ് കഴിഞ്ഞപ്പോ പത്തനംതിട്ട ജില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജനസാഗരമാണ് ഇരമ്പി വന്നത്. അടൂരിന്റെ ഒന്നും ചരിത്രത്തിൽ ഇതുപോലെ ആളുകൾ സംഘടിച്ചു വന്ന ഒരു മഹാപ്രവാഹം രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതേപോലെ നട്ടുച്ചയ്ക്ക് കത്തിക്കാളുന്ന വെയിലത്ത് തിരുവല്ലയിലെ ജനാധിപത്യ വിശ്വാസികൾ ആകെ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ജനമുന്നേറ്റമാണ് തിരുവല്ലയിലും കണ്ടത്. ഇപ്പൊ പത്തനംതിട്ടയിൽ, അത് കഴിഞ്ഞ് കോന്നിയിൽ, അത് കഴിഞ്ഞ് റാന്നിയിൽ. ഈ പരിപാടി കഴിയുന്നതോടുകൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യം കൊണ്ട് വിജയിക്കുമെന്ന പ്രഖ്യാപനമാണ് ജനങ്ങൾ നടത്തുന്നത്. ജനങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് എതിരെ, ഈ സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ തെറ്റായ നടപടികൾക്കെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, തകർന്ന സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെ വിധി എഴുതാൻ സമയമെന്നി കഴിയുകയോ. അപ്പം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു യാത്ര എവിടെയാണല്ലേ സാർ ഇത്? തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു വലിയ പ്രചരണ പരിപാടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു ജനപങ്കാളിത്തമാണ് ഇതുവരെ കണ്ടത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇത് തന്നെയാകും ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾ വിശ്വസിക്കുന്നു. UDF-ന്റെ പ്രതാപം തിരിച്ചു വരും. 5 നിയോജകമണ്ഡലങ്ങളിലും UDF-ന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് നഷ്ടപ്രതാപം UDF-ന്റേത് ഈ ജില്ലയിൽ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. കേരള വിഷയത്തിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രതിപങ്ങാടികളെ പ്രസാദ് പത്തനംതിട്ട.